ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാ ഈ കാണുന്ന ഈ ഐറ്റം ചിക്കൻ്റെ പാർട്സാണ്, ലിവറൊക്കെയാണ്. അപ്പോൾ നമുക്കിതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാക്കി എടുക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ ഐറ്റംസ് മതി. 2 തക്കാളി, അതുപോലെ കറിവേപ്പ്, മല്ലിയില, പിന്നെ ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 15 അല്ലി നമ്മൾ ചെറിയുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. ചെറിയുള്ളി എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. നമ്മളിവിടെ ഒരു 250 ഗ്രാമാണ് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് വേണ്ട ഐറ്റംസാണ്. കറിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, കറി ഇല്ലാതെ വേണമെങ്കിൽ അതുപോലെ വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി പച്ചമണം പോകുന്ന വരെ ഇളക്കി. പിന്നെ നമ്മൾ കറിവേപ്പ് ഇട്ടു. പിന്നെ നമ്മൾ നമ്മുടെ ചെറിയുള്ളിയും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി മുഴുവനായിട്ട് വേണേൽ മുഴുവനായിട്ട് ഇടാം. പിന്നെ നമ്മൾ അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് ഇളക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളൊരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിക്കുന്നത്. വെള്ളം അതിൽ തന്നെ ഉള്ളി ഇട്ടതുകൊണ്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കുക്കറിൻ്റെ വിസിലിട്ടിട്ട് ഒരു 4 വിസിലടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് വറവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി കുറച്ച് എണ്ണ മാത്രം ഒഴിക്കുന്നത്, നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചുകൊണ്ട്. പിന്നെ ഒരു 2 ചെറിയുള്ളി ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ലിവർ കറിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ നമ്മൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇനി ഗ്രേവി ആയിട്ട് കിട്ടണമെന്നുണ്ട്. അതായത് റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഗീ റൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആക്കിയിട്ട്. അപ്പോൾ അത് പോയിട്ട് കാണുക. ഇതാ ഗീ റൈസിൻ്റെ കൂടെ ഇതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.